ഗുഡ് മോർണിംഗ് കുട്ടികളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ്. ആദ്യമായി നമ്മൾ പുരാതന കാലങ്ങളിൽ എപ്രകാരമായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നതെന്ന് ചിന്തിക്കാം. ആദ്യമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത് പീജിൻസിലൂടെയാണ്, പ്രാവുകളിലൂടെയാണ്. പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ട്രെയിൻ ചെയ്തിട്ടുള്ള പ്രാവുകൾ അഥവാ പീജിൻസിലൂടെയാണ് രാജാക്കന്മാരും പല വ്യക്തികളും സന്ദേശങ്ങൾ കൈമാറിയിരുന്നത്. പിന്നീട് അത് കൂടാതെ പെരുമ്പറക്കുട്ടി നഗരമധ്യേ അല്ലെങ്കിൽ സമൂഹമധ്യേ വിളംബരം ചെയ്തിട്ടാണ് സന്ദേശങ്ങളും മറ്റു കാര്യങ്ങളും പുറപ്പെടുവിച്ചിരുന്നത്. രണ്ടാമതായി ദൂതന്മാർ വഴി രാജാക്കന്മാരും വ്യക്തികളും സന്ദേശം കൈമാറിയിരുന്നു. മൂന്നാമതായി അഞ്ചൽ കൊട്ടുകാർ വഴിയും സന്ദേശം കൈമാറിയിരുന്നു. അഞ്ചൽ കൊട്ടുകാർ നമുക്കറിയാം, കത്തുകളാണ്. പോസ്റ്റ്മെന്മാരുടെ ആദ്യകാല രൂപങ്ങളാണ് ഈ അഞ്ചൽ കൊട്ടുകാരെന്ന് പറയുന്നത്. അവർ കയ്യിലൊരു മണിയുമായി ഇങ്ങനെ മണിക്കിലുക്കി ഇങ്ങനെ ദേശങ്ങളിൽ നൂറും കയറി ഇറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതായിരുന്നു പ്രാചീന കാലത്തെ കമ്മ്യൂണിക്കേഷൻ്റെ പല വിധത്തിലുള്ള വഴികൾ. എന്നാൽ ആധുനിക കാലത്തിലേക്ക് കടന്നപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ വിധങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് മാർക്കോണിയുടെ റേഡിയോയുടെ കണ്ടുപിടുത്തത്തോടെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. റേഡിയോയിലൂടെ വിവിധ തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളും നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്താ മാധ്യമമായിരുന്നു ടെലഗ്രാഫ്, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ കമ്പിയടിക്കൽ. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു വാർത്താ മാധ്യമ അല്ലെങ്കിൽ സന്ദേശ മാധ്യമമായിരുന്നു. ടെലഗ്രാഫിലൂടെയാണ് ഒരു വിധ കാലങ്ങളിലൊക്കെ സന്ദേശങ്ങൾ കൈമാറിയിരുന്നത്. പ്രത്യേകമായിട്ട് ഒന്നാം ലോക, രണ്ടാം ലോക മഹായുദ്ധ കാലങ്ങൾ പ്രത്യേകിച്ചു. പിന്നീട് അതിന് ശേഷമാണ് ഇൻ്റർനെറ്റ് യുഗം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് ടെലിവിഷൻ വന്നു. ടെലിവിഷനിലൂടെ ഒത്തിരി വാർത്താ ചാനലുകളും മറ്റും വന്നു. കേബിൾ ടി വിയിലൂടെ വരവോടെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വന്നു. അതിനോടൊപ്പമാണ് ഇൻ്റർനെറ്റ് യുഗത്തിൻ്റെ വരവ്. ഇൻ്റർനെറ്റ് യുഗത്തിൽ ബ്രൗസറുകൾക്ക് ഒത്തിരിയേറെ സ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അഥവാ സമൂഹ മാധ്യമങ്ങളുടെ പ്രാധാന്യം. ഇതെല്ലാം പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് 2 അല്ലെങ്കിൽ 3 ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യം പ്രാചീന കാലഘട്ടത്തിലെ വാർത്താ മാധ്യമങ്ങൾ, അവയിൽ ഉൾപ്പെടുന്നതാണ് പ്രാവുകൾ, ദൂതന്മാർ, പെരുമ്പടക്കൂട്ടുകാർ, അഞ്ചൽ കൂട്ടുകാർ. രണ്ടാമതായി മധ്യയുഗത്തിൽ വേണമെങ്കിൽ നമുക്ക് ടെലഗ്രാഫ്, റേഡിയോയെ ഉൾപ്പെടുത്താം, ടി വിയെയും ഉൾപ്പെടുത്താം. ആധുനിക കാലഘട്ടം ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ സോഷ്യൽ മീഡിയ, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയെ ഉൾപ്പെടുത്താം. മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി ഒന്നും കൂടി സന്ദേശങ്ങളും കമ്മ്യൂണിക്കേഷനും കുറച്ചുകൂടി എളുപ്പമായി തീർന്നു. ഇതാണ് പ്രധാനമായിട്ടുള്ള സന്ദേശങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെയും ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് കൂട്ടുകാർക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കും. നമുക്കൊന്നുകൂടി സമ്മറൈസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ 1ാം ഘട്ടമാണ്. ആദ്യമായിട്ട് പ്രാവുകൾ, രണ്ടാമതായി പെരുമ്പറക്കൊട്ടുകാർ, മൂന്നാമതായി അഞ്ചൽ കൂട്ടുകാർ, ദൂതന്മാർ. ഇതാണ് ആദ്യത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം റേഡിയോ, ടെലഗ്രാഫ്, ടെലിവിഷൻ. മൂന്നാമതായി ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ. അപ്പോൾ കൂട്ടുകാർക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.